ഇനി ഗ്ലോക്കോമ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ചികിത്സിച്ച് മൊത്തത്തിൽ ഭേദമാക്കാൻ പറ്റുകയില്ലെങ്കിലും നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെയാണത് ചെയ്യുക? ഇപ്പോൾ ഒരുപാട് മരുന്നുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നുകൾ വഴി ഈ കണ്ണിലെ മർദ്ദം നിയന്ത്രിക്കാം. വളരെ അപൂർവം സാഹചര്യങ്ങളിൽ മരുന്നുകൾ കൊണ്ട് മർദ്ദം നിയന്ത്രിക്കാനായില്ലെങ്കിൽ കണ്ണിലെ ദ്രാവകം പുറത്തേക്ക് നീങ്ങുന്ന രീതിയിലൊരു സർജറി ഉണ്ട്, ട്രാബ് എന്ന് പറയും. ആ സർജറി, അതിനും പല സർജറികളുമുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോക്കോമ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷെ ഇപ്പോൾ പുതിയ പുതിയ മരുന്നുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർജറിയുടെ ആവശ്യകത വളരെയധികം കുറഞ്ഞു വരുന്നതായി കാണാം. നമുക്കിവിടെ ശരിയായ രീതിയിൽ വേണ്ടത് എന്താണ്? നമുക്ക് ആ ഡയഗ്നോസിസ്, നമ്മളത് കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്താതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അവസാനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ സർജറിയോ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടോ നമുക്ക് പോയ കാഴ്ച തിരിച്ചു കിട്ടുകയില്ല. കാരണം എന്താണ്? ഇത് കണ്ണിൻ്റെ ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ശരിയായ സമയത്ത് കണ്ടെത്തുക. 40 വയസ്സിന് ശേഷമുള്ള എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം. അതുപോലെ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ആളുകൾ അതിൽ കൂടുതൽ സമയങ്ങളിൽ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം. കണ്ണിൻ്റെ ഫീൽഡ് ടെസ്റ്റും കണ്ണിൻ്റെ സ്കാനും ചെയ്യേണ്ടത് ആവശ്യകരമാണ്.